ഏറെ കോളിളക്കം സൃഷ്ടിച്ച നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ എവിടെയാണ് പിഴച്ചത്? സ്വന്തം മാതാപിതാക്കളെയും സഹോദരിയെയും ഉൾപ്പെടെ 4 പേരെ കൊലപ്പെടുത്തിയ പ്രതി കേഡൽ ജീൻസൺ രാജയ്ക്ക് തൂക്കുകയർ വിധിക്കുമെന്ന് നമ്മളൊക്കെ കരുതിയതാണല്ലേ. എന്നാൽ കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ലെന്നാണ് തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതിയുടെ നിരീക്ഷണം. പ്രതിയുടെ പ്രായം ഉൾപ്പെടെ പരിഗണിച്ചതോടെ കേഡലിന്റെ ശിക്ഷ ജീവപര്യന്തത്തിലൊതുങ്ങി. പൊള്ളാച്ചിയിൽ 6 വർഷം മുൻപ് വിദ്യാർത്ഥിനികളെയും വീട്ടമ്മമാരെയും കൂട്ടബലാത്സംഗം ചെയ്ത കേസിലും പ്രതികൾക്ക് ശിക്ഷ വിധിച്ച ദിവസമാണിത്. പൊള്ളാച്ചി പീഡന പരമ്പരയിൽ 9 പ്രതികൾക്കും മരണം വരെയും ജീവപര്യന്തമാണ് ശിക്ഷ. ഈ കേസുകളാണ് പോലീസ് പെട്രോൾ പ്രധാനമായും പരിശോധിക്കുന്നത്. സ്വാഗതം. തിരുവനന്തപുരം നഗരഹൃദയത്തിൽ ആൾതാമസമില്ലാതെ പ്രേതാലയം പോലെ കിടക്കുന്ന ഒരാഡംബര വീടുണ്ട്. നന്ദൻകോട് ബെയിൻസ് കോമ്പൗണ്ടിലെ ആ വീടിന് മുന്നിലെത്തിയാൽ പൂട്ടിയ നിലയിൽ തുരുമ്പെടുത്ത് തൂങ്ങിയ ഗേറ്റ് കാണാം. ഗേറ്റിൽ നിന്നും വീട്ടിലേക്കുള്ള വഴിയാകെ ഒരാൾ പൊക്കത്തിൽ കാട് പിടിച്ച് കിടക്കുന്നു. റോഡിൽ നിന്ന് നോക്കിയാൽ അവിടെ ഒരു വീടുണ്ടെന്ന് തിരിച്ചറിയാൻ പോലും പ്രയാസമാണ്. കൂട്ടക്കൊലപാതകം നടന്ന ആ വീടിൻ്റെ ഏക ഉടമ ഇനി കഴിയുക പൂജപ്പുര സെൻട്രൽ ജയിലിലെ ഇരുണ്ടറയിലായിരിക്കും. കേരളത്തെ ഞെട്ടിച്ച നന്ദൻകോട് കൂട്ടക്കൊലക്കേസിലെ പ്രതി കേഡൽ ജീൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവാണ് ശിക്ഷ. 4 കൊലപാതകങ്ങൾക്കായി 26 വർഷം തടവ് ശിക്ഷ അനുഭവിക്കണമെന്നും തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഉത്തരവുണ്ട്. 4 കൊലപാതകങ്ങൾക്ക് കൂടി ജീവപര്യന്ത തടവും 3 ലക്ഷം രൂപ വീതം പിഴയും. പിഴ ഒടുക്കിയില്ലെങ്കിൽ 1 വർഷം അധിക തടവ് അനുഭവിക്കണം. വീട് തീവച്ചതിനും തെളിവ് നശിപ്പിച്ചതിനുമായി 12 വർഷത്തെ തടവ് ശിക്ഷ. 12 വർഷത്തെ ശിക്ഷ ആദ്യം അനുഭവിച്ച ശേഷമേ ജീവപര്യന്തം തുടങ്ങുകയുള്ളൂ. 30 വർഷത്തോളം കേദലിനെ ജയിലിൽ കിടക്കേണ്ടി വരും. കോടതി വിധിച്ച 15 ലക്ഷം രൂപ പിഴ അമ്മാവൻ ജോസിനാണ് നൽകേണ്ടത്. പ്രതി കൊലപാതകങ്ങൾ നടത്തിയത് മാനസിക പ്രശ്നങ്ങളെ തുടർന്നല്ലെന്ന് കോടതിയെ ബോധിപ്പിക്കാൻ കഴിഞ്ഞെന്നും വിധിയിൽ പൂർണ്ണ തൃപ്തനെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ ദിലീപ് സത്യൻ. കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, ഒരു കോൺസിക്വൻസ് അറിയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരാളാണോ ഈ കുറ്റകൃത്യം ചെയ്തതെന്നുള്ള ഭാഗത്ത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അതിനുശേഷം ഇദ്ദേഹം ട്രീറ്റ്മെൻറ്റിലായിരുന്നു എന്നുള്ളതും ഏകദേശം ഒരു 6-7 തവണയായിട്ട് ഈ മെൻ്റൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നുവെന്നും അവിടുന്ന് ട്രീറ്റ്മെൻറ്റിൽ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതും അതൊരു വാസ്തവമാണ്. സ്റ്റേറ്റിൻ്റെ ഭാഗത്ത് നിന്നും കമ്മ്യൂട്ടേഷൻ വന്നില്ല എന്നുണ്ടെങ്കിൽ റിമൈനിങ് ലൈഫ് കേരളത്തിൽ തീർച്ചയായിട്ടും ജയിലിൽ തന്നെ കഴിയും. പ്രോസിക്യൂഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി ഉന്നത ഉദ്യോഗസ്ഥർ ഇതിൻ്റെ പുറകിലുണ്ട്. അവരോടെല്ലാം ചർച്ച ചെയ്തതിന് ശേഷം ഇത് ചലഞ്ച് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് പിന്നെ തീരുമാനിക്കുന്ന കാര്യങ്ങളായി. പ്രതിയുടെ സാഹചര്യം, പ്രായം, അപൂർവങ്ങളിൽ അപൂർവമായ കേസിന്റെ പരിധിയിൽ വരുന്നതാണോ തുടങ്ങിയ കാര്യങ്ങളാണ് കോടതി പരിശോധിച്ചതെന്നും വിധി തൃപ്തികരമാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ JK ദിനിൽ. ശിക്ഷ വിധിയിൽ സംതൃപ്തിയാണ്. അതിൻ്റെ പീരീഡിൻ്റെ ഒരു എക്സ്റ്റൻഷൻ, അപ്പോൾ അതിൽ ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ട് വന്നിട്ടുണ്ട്. എന്നാലും നമ്മളൊരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് പ്രതീക്ഷിച്ചു. അപ്പോൾ അതിൽ കോടതി തീരുമാനം അങ്ങനെ വന്നതുകൊണ്ട് അതിൽ സീനിയർ ഉദ്യോഗസ്ഥരുമായിട്ട് ചലഞ്ച് ചോദിച്ചിട്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. 2017 നടന്ന കേസിനാസ്പദമായ സംഭവത്തിൽ 92 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. വീട്ടുകാരുമായി ഉണ്ടായിരുന്ന ആലോചനമാണ് കൂട്ടക്കൊലയിൽ കലാശിച്ചത്. അച്ഛൻ, അമ്മ, സഹോദരി എന്നിവരുടെ മൃതദേഹങ്ങൾ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലും ബന്ധുവായ ലളിതയുടെ ശരീരം വെട്ടിനുറുക്കി പോളിത്തീൻ കവറിലാക്കി പുതപ്പുകൊണ്ട് പൊതിഞ്ഞ് പുഴുവരിച്ച നിലയിലുമായിരുന്നു കണ്ടെത്തിയത്. ആസ്ട്രൽ പൊസിഷൻ എന്ന ദുർമന്ത്രവാദത്തിന്റെ പേരിലായിരുന്നു കൊലപാതകമെന്നായിരുന്നു പ്രതി ആദ്യം നൽകിയ മൊഴി. എന്നാൽ ഇത് തെറ്റാണെന്ന് പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തി. ന്യൂസ് 18 തിരുവനന്തപുരം. ഈ നാട്ടിലെ നിയമങ്ങളെക്കുറിച്ചും ഓരോ കുറ്റകൃത്യങ്ങളിലും ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചും വ്യക്തമായ ബോധ്യമുള്ളവരാണ് അഭിഭാഷകർ. സ്ത്രീകളെ ആക്രമിക്കുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണെന്ന് അവരോട് പറയേണ്ടതുണ്ടോ? തിരുവനന്തപുരം മഞ്ചിയൂരിൽ ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ചത് ഒരു സീനിയർ അഭിഭാഷകനാണ്. അഭിഭാഷകയായ പാറശാല സ്വദേശിനി ശ്യാമിലിയെ സീനിയർ അഭിഭാഷകൻ
ബെയ്ലിൻ ദാസ് കൈകൊണ്ട് തുടർച്ചയായി മുഖത്തടിക്കുകയായിരുന്നു. ആക്രമണത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ വനിതാ കമ്മീഷനും കേസെടുത്തു. ഉച്ചയ്ക്ക് 12:30യോടെയാണ് വഞ്ചിയൂർ മഹാറാണി ബിൽഡിംഗിലെ ഓഫീസിൽ ജൂനിയർ അഭിഭാഷക ശ്യാമിലിയെ സീനിയർ ക്രിമിനൽ അഭിഭാഷകനായ ബെയ്ലിൻ ദാസ് ക്രൂരമായി മർദ്ദിച്ചത്. മർദ്ദനത്തിൽ മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റു. നേരത്തെയും മർദ്ദനമേറ്റിരുന്നതായി പെൺകുട്ടി പറഞ്ഞു. അവിടെ ചെറിയൊരു പ്രശ്നം മതി, അവിടെ എല്ലാവർക്കും അറിയാം ആ കാര്യം. സാർ ഭയങ്കര ഷോർട്ട് ടേം വേർഡ്, അപ്പൊ അതിൽ ചെയ്യുന്നതാണ്. ഇതും അങ്ങനെ പറ്റിയതാ. ഞാൻ സാറ് നിൽക്കേ, ഞാൻ ആ ജൂനിയറിനോട്, അതായത് എനിക്ക് സീനിയറാണ്, സാറിന്റെ ജൂനിയർ, ഞാനിങ്ങനെ സംസാരിച്ചു. അതുകൊണ്ടാണ് ആ പ്രൊവോക്കേഷനിൽ തന്നതാണ്. രാവിലെ കേസിന്റെ ആവശ്യം കഴിഞ്ഞ് കോടതിയിൽ നിന്ന് തിരികെ ഓഫീസിലെത്തിയപ്പോഴായിരുന്നു മർദ്ദനം. ഓഫീസിലുള്ള മറ്റൊരു അഭിഭാഷകയെ താൻ അപമാനിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനമെന്ന് ശ്യാമിലി പറഞ്ഞു. സംഭവത്തിന് പിന്നാലെ ബാർ അസോസിയേഷനിൽ നിന്ന് അഭിഭാഷകനെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്തു. മുൻപ് പെൺകുട്ടിക്ക് മർദ്ദനമേറ്റ സംഭവം ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലെന്ന് ബാർ അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കി. ബാർ അസോസിയേഷന് മുമ്പ് ഈ വിഷയം ഇപ്പോൾ ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ പറഞ്ഞ് കേൾക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതിനെ സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാവും. ആ കുട്ടി പറയുകയാണ്. എന്ത് നടപടിയായിരിക്കും സ്വീകരിക്കുക ഈ സസ്പെൻഷൻ അപ്പുറത്തേക്ക്? അന്വേഷണത്തിന്റെ ഭാഗമായി ബാർ അസോസിയേഷൻ എടുക്കാൻ കഴിയുന്ന പരമാവധി നടപടി ഉണ്ടാവും. ബെയ്ലിൻ ദാസിനെതിരെ വഞ്ചിയൂർ പോലീസ് കേസെടുത്തു. ഇയാൾ ഒളിവിലാണെന്ന് പോലീസ് വ്യക്തമാക്കി. സംഭവത്തിൽ പ്രതിഷേധിച്ച് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വഞ്ചിയൂർ കോടതിയിലേക്ക് മാർച്ച് നടത്തി. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം സ്വദേശി അബിൻലാലും നെടുമങ്ങാട് സ്വദേശിനി ആനിമോൾ ഗിൽഡയും പ്രണയിച്ച് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചവരാണ്. പിന്നെ എന്തിനാണ് അബിൻ പ്രിയപ്പെട്ടവളെ വകവരുത്തിയത്? ദുബായിൽ മലയാളി യുവതിയെ കൊലപ്പെടുത്തിയ കേസിന് പിന്നിൽ ഇരുവരും തമ്മിലുള്ള ബന്ധത്തിലെ പ്രശ്നങ്ങളെന്നാണ് സൂചന. ഈ മാസം 4-നാണ് ആനിമോളെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിന് ശേഷം ഇന്ത്യയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ ദുബായ് വിമാനത്താവളത്തിൽ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ക്യാമറ ഉപയോഗിച്ചാണ് തിരിച്ചറിഞ്ഞതും പോലീസ് അറസ്റ്റ് ചെയ്തതും. അബുദാബിയിലെ ആശുപത്രി ജീവനക്കാരനാണ് പിടിയിലായ അബിൻലാൽ. തിരുവനന്തപുരം സ്വദേശി അബിൻലാലും നെടുമങ്ങാട് സ്വദേശിനി ആനിമോളും സമൂഹ മാധ്യമം വഴിയാണ് പരിചയപ്പെട്ടത്. പിന്നീട് അത് പ്രണയമാവുകയും ഇരുവരും വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അബുദാബിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന അബിനാണ് ആനിമോളെ UAE എത്തിച്ചത്. ദുബായിലുള്ള ആനിമോളെ കാണാൻ എല്ലാ ഞായറാഴ്ചയും അബിൻലാൽ അബുദാബിയിൽ നിന്ന് ഇവിടെ വരാറുണ്ടായിരുന്നു. ഇരുവരും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നെങ്കിലും യുവതിയുടെ ബന്ധുക്കൾ വിവാഹത്തെ എതിർത്തു. വിവാഹകാര്യവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ആനിമോളും അബിനും തമ്മിൽ തർക്കമുണ്ടായി. സംഭവ ദിവസം വൈകിട്ട് കൂട്ടുകാരോടൊത്ത് ചായ കുടിച്ച ശേഷം ഇരുവരും ബാൽക്കണിയിൽ വെച്ച് വഴക്കുണ്ടാവുകയും പെട്ടെന്ന് ആനിമോളെയും കൂട്ടി അബിൻലാൽ മുറിയിലേക്ക് കയറി വാതിലടയ്ക്കുകയുമായിരുന്നു. തുടർന്ന് ആനിമോളുടെ നിലവിളി കേട്ട് മറ്റുള്ളവർ ഓടിക്കൂടിയപ്പോഴേക്കും അബിൻലാൽ മുറിയിൽ നിന്ന് ഇറങ്ങിയോടി. കത്തിക്കുത്തേറ്റ് ചോര വാർന്ന നിലയിൽ യുവതിയെ സുഹൃത്തുക്കൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഉടൻ പോലീസിൽ വിവരമറിയിക്കുകയും അബിൻലാലിന്റെ ഫോട്ടോ കൈമാറുകയും ചെയ്തു. തുടർന്നായിരുന്നു ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇയാൾ പിന്നീട് പോലീസിനോട് കുറ്റം സമ്മതിച്ചു. ദുബായ് കരാമയിൽ ഈ മാസം 4-നാണ് കൊലപാതകം നടന്നത്. കരാമ മത്സ്യ മാർക്കറ്റിന് പിൻവശത്തുള്ള ഫ്ളാറ്റിൽ ഷെയറിംഗ് റൂമിലാണ് ആനിമോൾ കൂട്ടുകാരോടൊപ്പം താമസിച്ചിരുന്നത്. 1.5 വർഷം മുൻപ് UAE-ലെത്തിയ ആനിമോൾ ക്രെഡിറ്റ് സെയിൽസ് സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു. കൊലപാതകം നടന്നതിന് തൊട്ടുമുമ്പുള്ള ദിവസം ആനിമോളെ കാണാൻ പ്രതി അബുദാബിയിൽ നിന്ന് ദുബായിലെത്തിയിരുന്നു. ഇവർക്കിടയിലെ അഭിപ്രായ വ്യത്യാസവും തർക്കവും കൊലപാതകത്തിലേക്ക് നയിച്ചതാവാമെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. ആനിമോളുടെ വീട്ടുകാർ യുവതിയെ മറ്റൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇതേ തുടർന്നുള്ള വാക്ക് തർക്കമായിരിക്കാം കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് സൂചന. മരണം കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചെങ്കിലും വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല.
ന്യൂസ് 18 ദുബായ്. പൊള്ളാച്ചിയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള വിദ്യാർത്ഥിനികളെയും വീട്ടമ്മമാരെയും ബലാത്സംഗം ചെയ്യുന്ന വീഡിയോ തമിഴ്നാട്ടിലേറെ കോളിളക്കം സൃഷ്ടിച്ചതാണ്. 2016-നും 2018-നും ഇടയിൽ നടന്ന കൂട്ട ബലാത്സംഗത്തിന്റെ വിവരങ്ങൾ ഒരു പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിലാണ് പുറത്തുവന്നത്. പൊള്ളാച്ചി പീഡന പരമ്പര കേസിൽ 7 വർഷത്തിന് ശേഷം 9 പ്രതികൾക്കും മരണം വരെയും ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു. കോയമ്പത്തൂർ മഹിളാ കോടതിയാണ് കേസിൽ വിധി പറഞ്ഞത്. ആറു വർഷത്തിനു ശേഷമാണ് തമിഴകത്തെ ആകെ ഞെട്ടിച്ച പൊള്ളാച്ചി പീഡന കേസിലെ വിധി. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ തിരുനാവക്കരശ്, റിഷ്വന്ത്, സതീഷ്, വസന്തകുമാർ, മണിവണ്ണൻ, ഹാരോൺ പോൾ, പി ബാബു, അരുളാനന്ദം, എം അരുൺകുമാർ എന്നിവർക്ക് മരണം വരെ ജീവപര്യന്തമാണ് ശിക്ഷ. ക്രിമിനൽ ഗൂഢാലോചന, ലൈംഗിക പീഡനം, കൂട്ടബലാത്സംഗം അടക്കമുള്ള വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. ഇരകളായ 8 യുവതികൾക്ക് 85 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും കോടതി വിധിച്ചു. 2019-ലാണ് പൊള്ളാച്ചിയിൽ ഈ 9 പ്രതികൾ ചേർന്ന് കോളേജ് വിദ്യാർത്ഥിനിയെയും 2 സ്ത്രീകളെയും കൂട്ടബലാത്സംഗം ചെയ്യുകയും അതിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിലൂടെ പുറത്തുവിടുകയും ചെയ്തത്. നും 2018-നും ഇടയിൽ പ്രതികൾ പൊള്ളാച്ചിക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളിലെ നിരവധി വിദ്യാർത്ഥികളെയും വിവാഹിതരായ യുവതികളെയും ബലാത്സംഗം ചെയ്യുകയും അത് വീഡിയോയിൽ ചിത്രീകരിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. തനിക്ക് സംഭവിച്ച ദുരനുഭവം തുറന്നു പറയാൻ 19-കാരിയായ പെൺകുട്ടി ധൈര്യം കാണിച്ചതോടെയാണ് മനസാക്ഷിയെ ഞെട്ടിച്ച പൊള്ളാച്ചി പീഡനം പുറം ലോകമറിയുന്നത്. തുടർന്ന് കേസിലെ പ്രതികളും പിടിയിലായി. 4 പേർ ഓടുന്ന കാറിൽ വെച്ച് പീഡിപ്പിക്കുകയും അത് വീഡിയോയിൽ പകർത്തുകയും ചെയ്തെന്നും സ്വർണ്ണമാല കവർന്നു എന്നുമാണ് ഈ പെൺകുട്ടിയുടെ പരാതി. പ്രതികളുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും പരിശോധിച്ചപ്പോൾ നിരവധി പെൺകുട്ടികളുടെ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടെത്തിയത് വഴിത്തിരിവായി. പൊള്ളാച്ചി ഈസ്റ്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് CBIക്ക് വിടുകയായിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും AIADMK നേതാക്കളും വിധിയെ സ്വാഗതം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും രാത്രിയിൽ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും സുരക്ഷിതരായി പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. സ്വന്തം മാതാപിതാക്കൾക്കൊപ്പം സഞ്ചരിക്കുമ്പോൾ പോലും ആക്രമണത്തിന് ഇരകളാകേണ്ടി വരുന്ന കുട്ടികൾ. കൊല്ലം ചടയമംഗലത്ത് അമ്മയ്ക്കൊപ്പം രാത്രിയിൽ പുറത്തിറങ്ങിയ 20-കാരിക്ക് നേരെയാണ് ലൈംഗിക അതിക്രമമുണ്ടായത്. പെൺകുട്ടിയെ നടുറോഡിൽ വെച്ച് ആക്രമിച്ച കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആയൂർ സ്വദേശി പ്രമോദിനെ നാട്ടുകാർ പിടികൂടി ചടയമംഗലം പോലീസിന് കൈമാറുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെ സാധനം വാങ്ങാനായി മാതാവും 20 വയസ്സുള്ള മകളും സ്കൂട്ടറിൽ പോകവേ വാഹനത്തെ പിന്തുടർന്ന് ഇരുചക്രവാഹനത്തിൽ വന്നാണ് പ്രതി പ്രമോദ് അതിക്രമം കാട്ടിയത്. മാതാവ് കടയിൽ കയറിയപ്പോൾ വഴിയരികിൽ സ്കൂട്ടറിൽ ഇരിക്കുകയായിരുന്ന പെൺകുട്ടിയെ പ്രമോദ് കടന്നുപിടിക്കുകയും ലൈംഗികമായി ഉപദ്രവിക്കുകയുമായിരുന്നു. സംഭവം കണ്ട നാട്ടുകാർ പ്രമോദിനെ കൈയോടെ പിടികൂടിയാണ് ചടയമംഗലം പോലീസിൽ ഏൽപ്പിച്ചത്. മാനസിക ശാരീരിക ബുദ്ധിമുട്ടുണ്ടായതിനെ തുടർന്ന് പെൺകുട്ടിയെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് പ്രതിക്കെതിരെ പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. തിരുവനന്തപുരം ആനാട് സ്വദേശി വിമൽ ഒരു വിവാഹ തട്ടിപ്പുകാരനാണ്. വിവാഹ വാഗ്ദാനം നൽകി സ്ത്രീകളിൽ നിന്നും സ്വർണവും പണവും തട്ടുന്നതിൽ വിരുദ്ധൻ. നെടുമങ്ങാട് സ്വദേശിനിയായ യുവതിയിൽ നിന്ന് ഇങ്ങനെ 6 ലക്ഷം രൂപയും 5 പവൻ സ്വർണവുമാണ് തട്ടിയെടുത്തത്. അതിനുശേഷം ഇയാൾ മറ്റൊരു യുവതിയെ വിവാഹം കഴിച്ചു.
തട്ടിപ്പിനിരയായ യുവതിയുടെ പരാതിയിൽ വിമലിനെ നെടുമങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആനാട് സ്വദേശി 37-കാരനായ വിമലിനെയാണ് നെടുമങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. നെടുമങ്ങാട് പുലിപ്പാറ സ്വദേശിയായ യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. വിവാഹ വാഗ്ദാനം നൽകി രണ്ടുപേരിൽ നിന്നായി 6.5 ലക്ഷം രൂപയും 5 പവൻ സ്വർണവും വാങ്ങിയ ശേഷം മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു എന്നതാണ് കേസ്. ടാക്സി ഡ്രൈവറായി ജോലി നോക്കുകയാണ് പ്രതി. രജിസ്റ്റർ വിവാഹം ചെയ്ത് 6 മാസം മുതൽ 1 വർഷം വരെ കൂടെ താമസിക്കുകയാണ് ഇയാളുടെ രീതിയെന്ന് പോലീസ് പറയുന്നു. തുടർന്ന് അടുത്ത വിവാഹം തേടി പോവുകയാണ് പതിവ്. വിമലിനെതിരെ ചീറ്റിംഗ്, പിടിച്ചുപറി ഉൾപ്പെടെ നിരവധി കേസുകൾ നെടുമങ്ങാട് ഡിവൈഎസ്പി ഓഫീസിന്റെ പരിധിയിലുണ്ട്. പ്രതിയെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 നെടുമങ്ങാട്. ഗതാഗത നിയമലംഘനങ്ങൾ നടത്തിയാൽ നമ്മുടെ ഫോണുകളിലേക്ക് മെസ്സേജുകൾ വരാറുണ്ടല്ലേ? എന്നാൽ ഇങ്ങനെ വരുന്ന എല്ലാ മെസ്സേജുകളും വിശ്വസിക്കരുത് കേട്ടോ. ഗതാഗത നിയമലംഘനത്തിനുള്ള പിഴ അടയ്ക്കണമെന്ന വ്യാജ സന്ദേശത്തിലൂടെ തൃശൂർ സ്വദേശിക്ക് നഷ്ടപ്പെട്ടത് 26,000 രൂപയാണ്. വാട്സാപ്പ് സന്ദേശത്തിലെ ലിങ്ക് ഓപ്പൺ ചെയ്യുന്നവരുടെ ഫോൺ ഹാക്ക് ചെയ്താണ് തട്ടിപ്പ്. സംസ്ഥാനത്ത് നിരവധി പേർ ഈ രീതിയിൽ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നും സൈബർ പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതെനിക്ക് വാട്സപ്പിൽ പരിവാഹൻ്റെ ഇത് വന്നതാ. അപ്പോൾ ഇതിൽ വണ്ടി നമ്പർ ഡീറ്റെയിൽ എടുത്തപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു APK എന്നൊരു ഫയലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഈ സമൻസിൻ്റെ വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയതാണ്. അപ്പോൾ അത് ഓപ്പൺ ആവണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാണിച്ചു. ഇൻസ്റ്റാൾ ചെയ്തതാ. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ അത് ഒരു ടൈമർ പോലെ ഇങ്ങനെ സ്റ്റെക്ക് കാണിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നോർമലായിട്ട് ബാക്ക് അടിച്ചിട്ട് ക്യാൻസൽ ചെയ്തിട്ട് ഇതാക്കി. പക്ഷേ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി. ഒരു 26,595 രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പിടിച്ചു. 26,000 രൂപ നഷ്ടപ്പെട്ട തൃശൂർ സ്വദേശിയുടെ അനുഭവമാണിത്. തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടെ 100ഓളം പേർ ഇതിനകം തട്ടിപ്പിനിരയായി. വാഹൻ പരിവാഹൻ എന്ന ആപ്പിൽ നിന്നുള്ള സന്ദേശമായാണ് വ്യാജ സന്ദേശം എത്തുക. ഗതാഗത നിയമലംഘനത്തിലുള്ള പിഴ എന്തെന്ന് നോക്കാൻ ആപ്പ് തുറന്നാൽ പണി പാളും. വളരെ സങ്കടകരമായ അവസ്ഥയാണ്. നമ്മളെയൊക്കെ വളരെ സാധാരണക്കാരായ ആൾക്കാർ ബാങ്ക് ലോൺ എടുക്കാനും അല്ലെങ്കിൽ ലോൺ തിരിച്ചടയ്ക്കാനും ശമ്പളം കിട്ടിയ പൈസയുണ്ട്. അങ്ങനെ ഒരുപാട് പൈസകൾ പോയിട്ടുണ്ട്. വളരെയധികം ശ്രദ്ധിക്കുക. വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ വളരെയധികം നമുക്ക് അറിഞ്ഞുകൂടാത്ത വരുന്ന നമ്പറിൽ നിന്ന് വരുന്ന ഒരു മെസ്സേജുകളും ഒരു സാധനങ്ങളും ക്ലിക്ക് ചെയ്ത് നോക്കരുത്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വാഹനത്തിൻ്റെ പെറ്റി SMS വഴി മാത്രമേ വരാറുള്ളൂ. വാട്സപ്പ് വഴി വരുന്നത് മുഴുവൻ ഫേക്കാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. തുക തട്ടിപ്പുകാരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തുകയല്ല രീതി. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും വടക്കേ ഇന്ത്യയിലും വൈദ്യുതി, കുടിവെള്ള വിതരണത്തിനുള്ള ബിൽ ഇനത്തിൽ അവിടങ്ങളിലെ സർക്കാർ അക്കൗണ്ടുകളിലേക്കാണ് പണം പോയിട്ടുള്ളത്. ഏജൻസികൾ മുഖേനയാണ് ഇവിടെ ഭൂരിഭാഗം ആളുകളും ബില്ലുകൾ അടയ്ക്കാറുള്ളതെന്ന് പോലീസ് പറയുന്നു. ഉപഭോക്താക്കളിൽ നിന്ന് തുക കൈപ്പറ്റിയ ശേഷം ഏജൻസികൾ തട്ടിക്കുന്ന തുക ഉപയോഗിച്ച് ബില്ലുകൾ അടയ്ക്കുന്നതാണ് രീതി. ഗതാഗത നിയമലംഘനത്തിന് പരിവാഹൻ വാട്സാപ്പ് സന്ദേശം അയക്കില്ലെന്നും SMS ആയി മാത്രമേ ഇത് അയക്കാറുള്ളൂ എന്നും പോലീസ് വ്യക്തമാക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. സൂപ്പർ മാർക്കറ്റ് ബിസിനസ്സിൽ പണം നിക്ഷേപിച്ചാൽ ഇരട്ടി തുക ലാഭം വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾ പലയിടത്തുമുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള മോഹന വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചാൽ ചതിക്കപ്പെടുമെന്ന് ഓർത്താൽ നല്ലത്. മലപ്പുറത്ത് സൂപ്പർ മാർക്കറ്റ് ബിസിനസ്സിന്റെ പേരിൽ സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് കോടികളാണ് തട്ടിയെടുത്തത്. നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം വാഗ്ദാനം നൽകിയാണ് സംഘം തട്ടിപ്പ് നടത്തിയത്. മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം 100 കോടിയിലധികം രൂപ തട്ടിയെന്നാണ് കണ്ടെത്തൽ. കർണാടക ആസ്ഥാനമായുള്ള ഇന്നൊവേറ്റബിൾ മാർക്കറ്റിംഗ് എന്ന കമ്പനിയുടെ പേരിലാണ് മലപ്പുറം ജില്ലയിലുടനീളം നിക്ഷേപം സ്വീകരിച്ച് വ്യാപക തട്ടിപ്പ് നടത്തിയത്. കമ്പനിയുടെ കീഴിലുള്ള AD സൂപ്പർ മാർക്കറ്റുകളിലേക്കും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലേക്കും എന്ന പേരിലാണ് ഇടനിലക്കാർ വഴി നിക്ഷേപം സ്വീകരിച്ചത്. ഉയർന്ന ലാഭവിഹിതം വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. എൻ്റെ അളിയനും അളിയൻ്റെ അനുജനും
അങ്ങനെ ഒരുപാട് കുടുംബക്കാരൊക്കെ ഉണ്ടായില്ല. അപ്പോൾ അവരൊക്കെ പാടെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു ലക്ഷത്തിന് 2,000-2,500 ഇടയ്ക്കുള്ള ഒരു സംഖ്യ അവർ തരും. ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു പർച്ചേസിങ് കൂപ്പണും തരും ഓരോ മാസവും. അപ്പോൾ അതിന് പർച്ചേസിങ് ചെയ്യാം. പക്ഷെ ഞാനതിനൊന്നും നിന്നിട്ടില്ല, നമുക്ക് ആ കിട്ടുന്ന മതി എന്നുള്ള രീതിയിൽ. അപ്പോൾ അവർ വളരെ കുറച്ച് സംഖ്യ മാത്രം അവർ ഇതേമാതിരി ബാങ്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ലാഭവിഹിതം എന്ന് പറഞ്ഞിട്ട്. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ലാഭവിഹിതമോ മുതലോ നൽകിയിട്ടില്ല. 1 ലക്ഷം രൂപയ്ക്ക് മാസം 2,500 എന്ന നിരക്കിൽ 30,000 രൂപ വരെ വാർഷിക ലാഭമായിരുന്നു വാഗ്ദാനം. എന്നാൽ സൂപ്പർ മാർക്കറ്റുകളെല്ലാം അടച്ചുപൂട്ടി. പ്രവാസികളും സ്ത്രീകളും അടക്കം 100 കണക്കിന് പേരുടെ പണമാണ് നഷ്ടമായത്. മക്കളുടെ കല്യാണത്തിനും ചികിത്സയ്ക്കും വേണ്ടി സ്വരൂപിച്ച പണമടക്കം നഷ്ടമായതോടെ ജീവിതം തന്നെ തകർന്ന നിലയിലാണ് പല കുടുംബങ്ങളും. അവർക്കൊരു കൂട്ടായ്മ ഉണ്ട്, ഒരു വലിയൊരു ഗ്രൂപ്പ്, 700 പേരോളം അതിനകത്തുണ്ട്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ അവർ ഞങ്ങളെ പിടിച്ച് റിമൂവ് ചെയ്യും, ഞങ്ങളെ വോയിസ് എടുത്ത് കളയും. കാരണം അവരെ ഒരു കൂട്ടായ്മയുള്ള ഒരു ഗ്രൂപ്പാണ്. അവർ കുറേ ഏജന്റുമാരും ഡയറക്ടർമാരും അതിനനുസരിച്ചുള്ള ആളുകളെ അതിനകത്തുള്ളൂ. പിന്നെ അതിനകത്തുള്ള ഈ ആളുകളൊന്നും പുറത്തിറങ്ങി ഇതേമാതിരി ചാനലിനോ അല്ലെങ്കിൽ കേസ് കൊടുക്കാനോ തയ്യാറല്ല. കാരണം എന്താ വെച്ചാൽ അവരോട് പറയുന്നത്, നിങ്ങൾ കേസിന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതും കൂടെ ഇല്ലാതായി പോകും, ആ പൈസ കിട്ടാൻ പോകുന്നതല്ല. കേസ് കൊടുത്തിട്ട് ഇവിടെ ഏത് ഇതിനാണ് പൈസ കിട്ടിയിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങൾ കേസിന് പോകരുത് എന്ന് പറഞ്ഞിട്ട് അവരെ പിടിച്ചിരുത്തുകയാണ്. ഞങ്ങളെയും പിടിച്ചിരുത്തി. 1 കൊല്ലത്തോളം ഞങ്ങൾക്ക് വരുമാനമൊന്നുമില്ല, ഞങ്ങളെ പിടിച്ചിരുത്തിയിട്ടുണ്ടായിരുന്നു ഇത്രയും കാലം. ഞങ്ങൾക്ക് യാതൊരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് കേസ് കൊടുത്തു പോയി. അപ്പോൾ അവർ പറഞ്ഞു, കേസിന് പോയാൽ നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നതല്ല എന്നാണ്. കേസിന് പോയിട്ടൊരു കാര്യമില്ല, നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ഭയപ്പാടോട് കൂടിയാണ് ആളുകളൊന്നും പുറത്തിറങ്ങാത്തത്. ഇനിയിപ്പോൾ ചാനലിലും ഇതേമാതിരി പോലീസ് കേസും അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇനിയും ആളുകൾ ഇതുമാതിരി ധൈര്യമായിട്ട് പുറത്തിറങ്ങും, ചാനലുകളോ അല്ലെങ്കിൽ ന്യൂസിലോ ആയിട്ട് വരും എന്നുള്ളതാണ്. ചിട്ടികളുടെ പേരിൽ തവണകളായി പണം വാങ്ങിയും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. സംഭവത്തിൽ ഇടനിലക്കാരെ പ്രതികളാക്കി വളാഞ്ചേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 തിരൂർ. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലെത്തി കവർച്ച തൊഴിലാക്കിയ ഒട്ടേറെ സ്ത്രീകളും കുട്ടികളുമുണ്ട് ഇവിടെ. ബസ്സിൽ യാത്രക്കാരുടെ സ്വർണം കവരുന്നതിൽ പ്രത്യേക പരിശീലനം നേടിയവർ. കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരുടെ സ്വർണവും പണവും കവർന്നത് ഒരു കുട്ടിക്കള്ളനാണ്. ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ കാൽത്തള കവർന്ന ബസ്സിൽ ഒളിച്ചിരുന്ന തമിഴ്നാട് സ്വദേശിയായ 15-കാരനെ KSRTC ജീവനക്കാർ പിടികൂടി പോലീസിന് കൈമാറി. കുട്ടികളെ മറയാക്കി കവർച്ച നടത്തുന്ന സംഘമാകാം ഇതിന് പിന്നിലെന്നാണ് സൂചന. യാത്രക്കാരിയുടെ കുഞ്ഞിന്റെ കാൽത്തള മോഷ്ടിച്ചെന്ന പരാതിയിലാണ് 15-കാരൻ പിടിയിലായത്. കൊട്ടാരക്കര സ്റ്റാൻഡിൽ നിന്നും പുറപ്പെടാൻ തുടങ്ങിയ പട്ടാഴി ഓർഡിനറി ബസ്സിലായിരുന്നു മോഷണം. കുട്ടിയുടെ കാൽത്തള നഷ്ടമായെന്ന് ശ്രദ്ധയിൽപ്പെട്ട മാതാവ് KSRTC ജീവനക്കാരെ അറിയിച്ചതോടെയാണ് ബസ്സിനുള്ളിൽ പരിശോധന നടത്തിയത്. സംശയാസ്പദമായി കണ്ട 15-കാരനെ പോലീസ് എത്തി ചോദ്യം ചെയ്തതോടെയാണ് മോഷണം തെളിഞ്ഞത്. മെനിഞ്ഞാന്ന് ഇതേപോലെ തന്നെ ഉച്ച സമയത്ത് ഇതേ സമയം തന്നെയാണെന്ന് തോന്നുന്നു ഒരു കുട്ടിയുടെ വള ഊരിക്കൊണ്ട് പോയത്. ബസ്സിൽ വെച്ചല്ല, ഇവിടെ ഗ്രൗണ്ടിൽ നിന്നതിന് ശേഷമാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഷയങ്ങൾ ചില സമയങ്ങൾ നമ്മുടെ ക്യാമറയൊക്കെ അവൈലബിൾ ആണെങ്കിലും ആവശ്യമായ ചില സമയത്ത് അത്തരം പ്രദേശങ്ങളിലല്ലേ സംഭവിക്കുന്നത്, കുറച്ചുകൂടെ അങ്ങോട്ട് മാറിയൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ എന്തായാലും കുട്ടി വന്ന് കുട്ടി തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. കൊച്ചു പയ്യനാണ്. അതിൻ്റെ നടപടി എന്താണെന്ന് വെച്ചാൽ പോലീസ് അത് കൃത്യമായി നോക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്ത്രീകൾ അവരുടെ പക്കലുള്ള പണം അതുപോലെ തന്നെ ആഭരണങ്ങളൊക്കെ തന്നെ സൂക്ഷിക്കണം. നമ്മൾ എത്ര പറഞ്ഞാലും ദിനം പ്രതി ഇങ്ങനെ പരാതികൾ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് പരമാവധി സൂക്ഷിക്കുക. മോഷണം പോയിട്ട് പരാതി പറയുന്നതിനേക്കാൾ നല്ലത് ഇത് പോകാതിരിക്കാൻ സൂക്ഷിക്കുക, അത്രയേ ഉള്ളൂ. പിടിയിലായ തമിഴ്നാട് സ്വദേശിയായ 15-കാരനിൽ നിന്ന് മോഷണം മുതൽ കണ്ടെത്തി. യാത്രക്കാരുടെ പണവും സ്വർണവും നഷ്ടപ്പെടുന്നതിനാൽ നിരവധി പരാതികളാണ് KSRTCക്ക് ലഭിക്കുന്നതെന്ന് അധികൃതർ പറയുന്നു. ഉത്സവകാലമായതിനാൽ സ്ഥിരം മോഷ്ടാക്കളായ തമിഴ്നാട് സ്വദേശിനികളുടെ ചിത്രങ്ങൾ പൊതുജന ശ്രദ്ധയ്ക്കായി പുറത്തുവിട്ടിരുന്നു. ഇത് മനസ്സിലാക്കിയ മോഷ്ടാക്കൾ കുട്ടികളെ ഇറക്കിയതാണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പിടിയിലായ 15-കാരനെ ജുവനൈൽ കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് 18 കൊട്ടാരക്കര. ക്ഷേത്രോത്സവങ്ങളിലും പള്ളിപ്പെരുന്നാളിനും ഗാനമേളയോ സ്റ്റേജ് ഷോയോ ഉണ്ടെങ്കിൽ സംഘർഷം പതിവായിരിക്കും. ഇതിൻ്റെ പേരിൽ പിന്നീട് ആക്രമണ പരമ്പര തന്നെ ഉണ്ടാകാം.
ഇടുക്കി തോപ്രാംകുടിയിൽ ഉത്സവത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച കേസിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. തോപ്രാംകുടി സ്വദേശി ജിജേഷിനെ ആക്രമിച്ച കേസിൽ 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൽ കൂടുതൽ പേർ പ്രതികളാകുമെന്നാണ് സൂചന. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി തോപ്രാംകുടിയിലെ ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് മുരിക്കാശ്ശേരി പോലീസ് 8 പേരെ കസ്റ്റഡിയിലെടുത്തത്. ക്ഷേത്രാങ്കണത്തിൽ ഗാനമേളയ്ക്കിടെയുണ്ടായ സംഘർഷമാണ് സംഭവത്തിന്റെ തുടക്കം. പോലീസ് എത്തി ബഹളമുണ്ടാക്കിയവരെ സ്ഥലത്ത് നിന്ന് മാറ്റിയെങ്കിലും 1 മണിക്കൂറിന് ശേഷം ടൗണിൽ വെച്ച് തോപ്രാംകുടി സ്വദേശിയും ടൗണിലെ ലോട്ടറി വ്യാപാരിയുമായ കുഴിക്കാട്ട് ജിജേഷിനെ ഒരു സംഘം ആളുകൾ ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. കമ്പിവടിയും കുറുവടികളും ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ ജിജേഷിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇയാൾ എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ്. ആക്രമണത്തിന് ശേഷം സ്ഥലത്ത് നിന്നും കടന്നുകളഞ്ഞ 8 പ്രതികളെയാണ് എറണാകുളത്ത് നിന്നും പിടികൂടിയത്. കാമാക്ഷി അമ്പലമേട് സ്വദേശികളായ അനന്തു, സച്ചു, തോപ്രാംകുടി സ്വദേശികളായ ശരത്, രാഹുൽ, അരുൺ, അഭിലാഷ്, പ്രകാശ്, നോബിൾ മത്തായി, പടമുഖം സ്വദേശി സുനീഷ്, കൊന്നക്കാമാലി സ്വദേശി വിഷ്ണു എന്നിവരാണ് പ്രതികൾ. പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അതിലൊരു വിജേഷ് എന്ന് പറയുന്ന ആളെ രാത്രി ഒരു 10 കൂടി 9ഓളം പ്രതികൾ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച് സംഭവമാണ്. അതിലിപ്പോൾ നമ്മൾ 307 അതായത് ഓഡിയോ BNS 109 പ്രകാരം കേസെടുത്തിട്ടുണ്ട്. റൈറ്റിംഗ് സെക്ഷനിലായിട്ട് കേസെടുത്തിട്ടുണ്ട്. പ്രതികളെ 8 പേരെ എറണാകുളത്ത് ഇന്നലെ CID SIയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി തുടർ നടപടിയുടെ CID അവരെ തെളിവെടുപ്പിനായിട്ട് ഉടനെ കൊണ്ടുപോകുന്നുണ്ട്. പോലീസ് ഉണ്ടായിരുന്ന ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. പോലീസ് ഇടപെടുകയും അവരെ പറഞ്ഞു വിടുകയും ചെയ്തിരുന്നതാണ്. അവിടെ തുള്ളുന്നത് സംബന്ധിച്ച് ഗാനമേളയ്ക്ക് ഡാൻസ് കളിക്കുന്നത് സംബന്ധിച്ച് ഒരു പ്രശ്നമാണ് ഉണ്ടായത്. അത് അവരെ ഒഴിവാക്കി പോലീസും കമ്മിറ്റിക്കാരും ചേർന്ന് വിട്ടതാണ്. അതിനുശേഷം വീണ്ടും ഒരു 300-400 മീറ്റർ മാറിയുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് വീണ്ടും ഇയാളെ ഇവർ ചെന്ന് പ്രശ്നമുണ്ടായി. വിജേഷുമായിട്ട് ഈ പറഞ്ഞ പ്രതികൾ കമ്പിവടിക്ക് അടിച്ച് 3ഓളം പേരെ കമ്പിവടിക്കും ബാക്കിയുള്ളവർ മർദ്ദിച്ചു. നല്ല രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് ആൾക്ക്. അമൃത ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിലാണ്. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് 18 ഇടുക്കി. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവും ലഹരി വസ്തുക്കളും കേരളത്തിലേക്ക് വ്യാപകമായി ഒഴുകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അബുദാബിയിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന 18 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് കരിപ്പൂർ പോലീസ് പിടിച്ചെടുത്തു. 9 കോടി രൂപ വിലമതിക്കുന്ന കഞ്ചാവുമായി പിടിയിലായത് കണ്ണൂർ, മട്ടന്നൂർ സ്വദേശികളായ 2 പേരാണ്. ട്രോളി ബാഗുകളിൽ 14 പാക്കറ്റുകളിൽ ഒളിപ്പിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത്. മട്ടന്നൂർ ഇടവേലിക്കൽ സ്വദേശി റിജിൽ, തലശ്ശേരി പെരുന്താറ്റിൽ സ്വദേശി റോഷൻ ആർ ബാബു എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അബുദാബിയിൽ നിന്നും എത്തിയ ഇത്തിഹാദ് എയർവേസ് വിമാനത്തിലാണ് ഇവർ കഞ്ചാവ് കടത്തിയത്. ട്രോളി ബാഗുകളിൽ 14 പാക്കറ്റുകളിലായാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. കഞ്ചാവ് വാങ്ങാൻ വിമാനത്താവളത്തിലെത്തി കാത്തുനിൽക്കുകയായിരുന്നു ഇരുവരും. സംശയാസ്പദമായ സാഹചര്യത്തിൽ വിമാനത്താവളത്തിന്റെ പരിസരത്ത് കണ്ട ഇവരെ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് ലഹരിക്കടത്തിന്റെ ചുരുളഴിഞ്ഞത്. ഇന്നലെ നമ്മളുടെ എയർപോർട്ട് ഇന്റലിജൻസും ഓരോ ഡാൻസ് ആഫിന്റെ പരിശോധനയിൽ 2 പേര് ഈ നിരോധിത കഞ്ചാവുമായിട്ട് ഇരിക്കുന്നത് കണ്ടിട്ടുള്ള ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ വെരിഫൈ ചെയ്യുമ്പോഴാണ് ഏതാണ്ട് 18 കിലോ പ്ലസ് ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവരുടെ പക്കൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് വിദേശത്തു നിന്ന് കൊണ്ടുവന്നതായിട്ടാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതിൻ്റെ കാരിയറെ നമുക്ക് കണ്ടെടുക്കാനായിട്ട് കഴിഞ്ഞില്ല. അത് ട്രാൻസ്ഫർ ചെയ്ത് കയ്യിൽ കിട്ടിയ വ്യക്തികളെയാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിൽ 1-ാം പ്രതിയായിട്ട് വരുന്നത് ഒരു റിജിൽ, 2ാമത് വരുന്ന ഒരു റോഷൻ. ഈ 2 പേരും കണ്ണൂർ സ്വദേശികളാണ്. ഇവരിവിടെ ഇതിന് വേണ്ടിയിട്ട് കോഴിക്കോട് എയർപോർട്ട് മുഖാന്തരം ഇത് കളക്ട് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി വന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. 2 പേരും ഇപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. തുടർന്ന് ഇതിൻ്റെ കാരിയറും ഇതിൻ്റെ പുറകിലുള്ള മറ്റ് വ്യക്തികളെ വിശദമായിട്ടുള്ളൊരു അന്വേഷണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
കണ്ണൂർ ടീമിൻ്റെയും കൂടി സപ്പോർട്ടോടുകൂടി നമ്മളത് കൂടുതൽ ഗൗരവത്തോടുകൂടി അത് അന്വേഷിക്കും. ബാങ്കോക്കിൽ നിന്നും അബുദാബി വഴി കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന യാത്രക്കാരന്റെ ഫോട്ടോയും മറ്റ് വിവരങ്ങളും റോഷന്റെ ഫോണിലുണ്ടായിരുന്നു. യാത്രക്കാരന്റെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചപ്പോഴേക്കും ഇയാൾ ടാക്സിയിൽ രക്ഷപ്പെട്ടു. എയർപോർട്ട് ടാക്സിയിലാണ് പുറത്തേക്ക് പോയതെന്ന് മനസ്സിലാക്കിയ പോലീസ് ടാക്സി ഡ്രൈവറെ തിരിച്ചറിഞ്ഞ് ഫോണിൽ ബന്ധപ്പെട്ട് വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടു. അപകടം മണത്ത യാത്രക്കാരൻ സിഗരറ്റ് വലിക്കാനെന്ന് പറഞ്ഞ കാറിൽ നിന്നും പുറത്തിറങ്ങി കടന്നു കളയുകയായിരുന്നു. ഇയാളുടെ ലഗേജ് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ തുറന്നു പരിശോധിച്ചപ്പോഴാണ് 18 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് കണ്ടെത്തിയത്. ലഗേജും ഹാൻഡ് ബാഗും കാറിലുപേക്ഷിച്ച് രക്ഷപ്പെട്ട യാത്രക്കാരനായി ഊർജിതമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 മലപ്പുറം. ലഹരി കേസുകളിൽ പോലീസോ എക്സൈസോ പിടികൂടിയാലും പല പ്രതികളും കോടതിയിൽ നിന്ന് രക്ഷപ്പെടാറുണ്ട്. ചിലപ്പോൾ നിരപരാധികളെന്ന് കോടതിക്ക് ബോധ്യമാകുന്നതുകൊണ്ടാകാം, അല്ലെങ്കിൽ ലാബുകളിൽ രാസലഹരി പരിശോധിക്കുന്നതിലെ വീഴ്ചയാകാം പ്രതികൾ രക്ഷപ്പെടാനുള്ള കാരണം. പാലക്കാട് ഷൊർണൂരിൽ MDMA ആണെന്ന് കരുതി പോലീസ് പിടികൂടി റിമാൻഡ് ചെയ്ത 2 യുവാക്കളെ കോടതി വിട്ടയച്ചു. ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്ത ഒറ്റപ്പാലം സ്വദേശി നജീം, ആറങ്ങോട്ടുകര സ്വദേശി ഷമീർ എന്നിവരാണ് മോചിതരായത്. ലാബ് പരിശോധനാ ഫലത്തിന് പിന്നാലെയാണ് ഇരുവരും ജയിൽ മോചിതരായത്. ഏപ്രിൽ 9-നാണ് ഷൊർണൂർ കൊച്ചിൻ പാലത്തിന് സമീപത്ത് നിന്ന് നജീമിനെയും ഷമീറിനെയും പോലീസ് പിടികൂടുന്നത്. ഇവരിൽ നിന്നും 1 ഗ്രാം തൂക്കം വരുന്ന പൊടിയും ഇലക്ട്രോണിക്സ് ത്രാസ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളും പിടിച്ചെടുത്തിരുന്നു. പിടിച്ചെടുത്തത് MDMA ആണെന്നായിരുന്നു പോലീസ് കേസ്. ഒറ്റപ്പാലം വട്ടംകണ്ടത്തിൽ നജീം ലഹരി വിരുദ്ധ സംഘത്തിന് നിരീക്ഷണത്തിലുള്ള വ്യക്തിയാണെന്നും പോലീസ് പറയുന്നു. ഇതെല്ലാം കണക്കിലെടുത്തായിരുന്നു അന്ന് പോലീസ് ഇരുവരെയും പിടികൂടിയത്. എന്നാൽ ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്തത് ലഹരി മരുന്നല്ലെന്നായിരുന്നു ഫലം. പരിശോധനാ ഫലം വന്നയുടൻ ഇവരെ മോചിപ്പിക്കാൻ പോലീസ് തന്നെ കോടതിയിൽ കത്ത് നൽകുകയായിരുന്നു. തുടർന്നാണ് 2 യുവാക്കളെ മോചിപ്പിക്കാൻ കോടതി ഉത്തരവിട്ടത്. ന്യൂസ് 18 പാലക്കാട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കാണാതായ സംഭവത്തിൽ ദുരൂഹത ഒഴിയുന്നില്ല. വലിയ സുരക്ഷയും CCTVകളും ഒക്കെ ഉണ്ടായിട്ടും സ്വർണം കാണാതായി ഇത്രയും ദിവസത്തിന് ശേഷവും പോലീസിന് പ്രതിയെ കണ്ടെത്താനായിട്ടില്ല. സ്വർണ്ണപ്പണിക്കിടെ നഷ്ടപ്പെട്ടതെന്ന ക്ഷേത്ര ജീവനക്കാരുടെ വാദങ്ങൾ തള്ളുകയാണ് പോലീസ്. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ സ്വർണം ഉപേക്ഷിക്കുകയായിരുന്നുവെന്നാണ് നിഗമനം. നേരത്തെയും വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടമായതിൽ സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. അതീവ സുരക്ഷാ മേഖലയായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനുള്ളിൽ നടന്ന മോഷണം പോലീസിനും ക്ഷേത്ര ഭരണസമിതിക്കും നാണക്കേടായി മാറിക്കഴിഞ്ഞു. വലിയ സുരക്ഷയെന്ന് വീമ്പിളക്കുന്ന പോലീസിന് സ്വർണം കാണാതായ ഇത്രയും ദിവസത്തിനു ശേഷവും പ്രതിയെ കണ്ടെത്താനായിട്ടില്ല. മാത്രമല്ല, അന്വേഷണം ആരംഭിച്ച് 2 ദിവസത്തിനുള്ളിൽ സ്വർണം ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് തന്നെ കണ്ടുകിട്ടിയതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. വടക്കേ നടയ്ക്ക് സമീപം മണലിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കമ്പിയുടെ രൂപത്തിലാക്കിയ സ്വർണം കണ്ടുകിട്ടിയത്. പത്മനാഭസ്വാമിയുടെ വിഗ്രഹത്തിന്റെ തലഭാഗത്തെ വാതിലിൽ സ്വർണം പൂശുന്ന ജോലിയാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. ഇതിലേക്ക് സ്ട്രോങ് റൂമിൽ നിന്നെടുത്ത സ്വർണത്തിൽ നിന്നാണ് 13 പവൻ കുറവ് വന്നത്. പോലീസിന്റെയും ക്ഷേത്ര ഭരണസമിതിയിലെ ഉന്നതരുടെയും സാന്നിധ്യത്തിലാണ് സ്വർണം പുറത്തെടുക്കുന്നതും തിരിച്ചു വയ്ക്കുന്നതും. ഇതിൽ നിന്ന് എങ്ങനെ സ്വർണം കുറഞ്ഞെന്ന ചോദ്യമാണ് ഉയരുന്നത്. കൈകാര്യം ചെയ്യുന്നതിലെ പിഴവായാണ് ക്ഷേത്ര ജീവനക്കാർ പോലീസ് നൽകിയ മൊഴി. തുണിസഞ്ചിയിൽ കൊണ്ടുപോകുന്നതിനിടെ നഷ്ടപ്പെട്ടതെന്നാണ് ഇവരുടെ വിശദീകരണം. എന്നാൽ ഈ വാദം പോലീസ് പൂർണ്ണമായി തള്ളുന്നു. സ്വർണം നഷ്ടപ്പെട്ട വിവരം പുറത്തറിഞ്ഞതോടെ
മണ്ണിൽ ഉപേക്ഷിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം നഷ്ടപ്പെടുന്നതും പകരം ഡ്യൂപ്ലിക്കേറ്റ് തിരികെ വയ്ക്കുന്നതും ആദ്യമല്ലെന്നും സൂചനയുണ്ട്. സത്യസന്ധമായി ഭാവി കൂടി കണ്ടുകൊണ്ട് ഇന്ത്യയുടെ ഒരു അമൂല്യമായ പൈതൃക കേന്ദ്രം എന്ന നിലയിൽ ഈ കേന്ദ്രം എന്നും നിലനിൽക്കണം എന്ന ഉത്തമ വിശ്വാസത്തോടു കൂടി അവിടെ നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ ഭരണസമിതിക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇന്ന് കാണിക്കുന്നത് പോലെയുള്ള ഒരു നിസ്സാരത അല്ല അവർ കാണിക്കേണ്ടത്. വിലപിടിപ്പുള്ള വസ്തുക്കൾ നേരത്തെയും മോഷണം പോയിട്ടുണ്ടെന്ന് മുൻ ജീവനക്കാരും പറയുന്നു. ക്ഷേത്രത്തിൻ്റെ നിരവധി വസ്തുക്കൾ പല പ്രാവശ്യമായിട്ട് പല കാര്യങ്ങളും ഇതുപോലുള്ള കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പൂവട്ടകം നഷ്ടപ്പെട്ടതാണെങ്കിലും ഭഗവാന്റെ രുദ്രാക്ഷമാല പോയതാണെങ്കിലും ഹനുമാൻ സ്വാമിയുടെ രുദ്രാക്ഷമാല പോയതാണെങ്കിലും വെള്ളിക്കണ്ണം പോയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വരെയും അവസാനമായിട്ടാണ് നിവേദ്യ ഉരുളി നഷ്ടപ്പെട്ടത്. മുൻകാലങ്ങളിൽ ഇതിൻ്റെ പേരിൽ ഒരു എൻക്വയറി നടത്തണമെന്ന് പറഞ്ഞ് അന്ന് ആ എൻക്വയറിയിലേക്ക് പോയിരുന്നെങ്കിൽ ഇന്നൊരുപക്ഷെ ഈ പറഞ്ഞ അപകടം സംഭവിക്കാതിരിക്കുമായിരുന്നു. മോഷണമാണോ കൈകാര്യം ചെയ്യുന്നതിലെ പിഴവാണോ എന്നതിനെ ചൊല്ലി പോലീസും ക്ഷേത്ര ഭരണസമിതിയും തമ്മിലുള്ള തർക്കവും രൂക്ഷമാവുകയാണ്. മോഷണമായാലും അബദ്ധത്തിൽ നഷ്ടപ്പെട്ടതായാലും ഗുരുതര വീഴ്ച സംഭവിച്ചു എന്ന് വ്യക്തം. ന്യൂസ് 18 തിരുവനന്തപുരം. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലാകുമെന്ന് കേട്ടിട്ടില്ലേ? അതാണ് കാസർഗോഡ് ചെറുവത്തൂരിലെ ബിന്ദുവിന് സംഭവിച്ചത്. ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് 10 പവൻ സ്വർണം കവർന്ന കേസിൽ കഴിഞ്ഞ ദിവസമാണ് ബിന്ദുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ബിന്ദുവിനെ ചോദ്യം ചെയ്തപ്പോൾ ഇവരുടെ വീടിന് സമീപത്തെ 6 വീടുകളിൽ നടന്ന മോഷണ കേസുകൾക്കാണ് തുമ്പുണ്ടായത്. കവർച്ചയ്ക്ക് ആരുടെയെങ്കിലും സഹായമുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കേസിൽ പ്രതിയുമായി മോഷണം നടന്ന വീടുകളിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി. ചെറുവത്തൂർ പയ്യങ്കി മലയരുവിലെ കെ ബിന്ദുവിന്റെ വീട്ടിൽ നിന്ന് 3.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്ത കേസിലാണ് ബന്ധു കൂടിയായ കെ ബിന്ദു പോലീസിന്റെ പിടിയിലായത്. റിമാൻഡിൽ കഴിഞ്ഞിരുന്ന കെ ബിന്ദുവിനെ ചന്ദേര പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തപ്പോൾ കഴിഞ്ഞ 10 മാസങ്ങൾക്കുള്ളിൽ മറ്റ് 5 വീടുകളിൽ നടന്ന കവർച്ചയ്ക്കും തുമ്പുണ്ടായി. കാടങ്കോട് നെല്ലിക്കാലിലെ ഷാജിയുടെ വീട്ടിൽ നിന്ന് 10 പവനും തൊട്ടടുത്തുള്ള മുട്ടത്ത് ലസിതയുടെ വീട്ടിൽ നിന്ന് 3.25 പവനും പയ്യങ്കിയിലെ വിജിനയുടെ വീട്ടിൽ നിന്ന് 2 പവനും പീലിക്കോട് കോതോളിയിലെ പുഷ്പയുടെ വീട്ടിൽ നിന്ന് 2.25 പവനും കാടങ്കോട് ജാനകിയുടെ വീട്ടിൽ നിന്ന് 1.25 പവനും സ്വർണ്ണാഭരണങ്ങളാണ് ബിന്ദു പലപ്പോഴായി കവർന്നത്. ആകെ 6 വീടുകളിൽ നിന്നായി കവർന്ന 23.25 പവനിൽ 13.25 പവൻ വിവിധ ജ്വല്ലറികളിൽ നിന്നും മറ്റുമായി പോലീസ് കണ്ടെടുത്തു. നെല്ലിക്കാലിലെ ഷാജിയുടെ വീട്ടിൽ നിന്ന് കവർന്ന 10 പവൻ സ്വർണം കണ്ടെടുക്കാനും കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുമാണ് പ്രതിയെ പോലീസ് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയത്. പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കവർച്ചയ്ക്ക് ആരുടെയെങ്കിലും സഹായം ഉണ്ടായോ എന്നും സ്വർണ്ണാഭരണങ്ങൾ വിറ്റ പണം എങ്ങനെ ചെലവായി എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 ചെറുവത്തൂർ. മലപ്പുറം തിരൂരിൽ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്ക് തീ പിടിച്ചതിൽ ദുരൂഹത. തിരൂർ സ്വദേശി ഫാസിലിന്റെ വീട്ടിലെ കാറും സ്കൂട്ടറും ബൈക്കുമാണ് കത്തി നശിച്ചത്. ആരോ മനഃപൂർവ്വം തീ വെച്ചതാകാമെന്നാണ് സംശയം. സംഭവത്തിൽ തിരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തിരൂർ തൃപ്പങ്ങോട് ചേമ്പുംപടിയിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളാണ് കത്തി നശിച്ചത്. ചേമ്പുംപടി പൂവത്തും തൊടിയിൽ ഫാസിലിന്റെ വീട്ടുമുറ്റത്താണ് സംഭവം. കഴിഞ്ഞ ദിവസം പുലർച്ചെ 3 മണിയോടെയാണ് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്ക് തീപിടിച്ച നിലയിൽ കണ്ടത്. ഉടൻ തീ അണച്ചതിനാൽ വീട്ടിലേക്ക് തീ പടർന്നില്ല. ഫാസിൽ, ഭാര്യ സുൽഫത്ത് എന്നിവരുടെ പേരിലുള്ള
കാർ, സ്കൂട്ടർ, ബൈക്ക് എന്നിവയാണ് കത്തിയത്. സ്കൂട്ടറും ബൈക്കും പൂർണ്ണമായും, സമീപത്ത് നിർത്തിയിട്ടിരുന്ന കാർ ഭാഗികമായും കത്തിനശിച്ചു. സംഭവത്തിൽ ദുരൂഹതയുള്ളതായാണ് വീട്ടുകാർ പറയുന്നത്. തിരൂർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 തിരൂർ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കൊല്ലത്ത് പൊറോട്ട നൽകാത്തതിന് കടയുടമയുടെ തല അടിച്ചു പൊട്ടിച്ച സംഭവത്തിൽ ഒരു പ്രതി പിടിയിൽ. മങ്ങാട് സ്വദേശി നിഖിലേഷാണ് പിടിയിലായത്. നെയ്യാറ്റിൻകര വെള്ളറടയിൽ 2.5 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. പിടിയിലായത് കോവലൂർ മീതി സ്വദേശി സച്ചിൻ. ആലപ്പുഴ എടത്വായിൽ 1 കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശി പിടിയിൽ. വെസ്റ്റ് ബംഗാൾ കുച്ച്ബിഹാർ സ്വദേശി ഹേമന്ത് ബർമാനാണ് പിടിയിലായത്. പട്ടാമ്പി കൊടുമുണ്ടയിൽ മധ്യവയസ്കന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം. മച്ചിങ്ങത്തൊടി വീട്ടിൽ അഷ്റഫ് അലിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കണ്ണൂർ പാനൂരിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പ് വൃത്തിയാക്കുന്നതിനിടെ 2 സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തി. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. നമ്മളെല്ലാവരും ജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കുന്നവരാണല്ലേ. എന്നാൽ ആർക്കും പ്രശ്നങ്ങൾ വിട്ടൊഴിയുന്ന സമയമില്ല. സാമ്പത്തിക ബാധ്യത, കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ, അയൽവാസികൾ തമ്മിലുള്ള തർക്കം, ജോലിസ്ഥലത്തെ പ്രതിസന്ധികൾ, അങ്ങനെ ഓരോരുത്തർക്കും പല രീതിയിലുള്ള പ്രതിസന്ധികളാണ്. ഒന്ന് സ്വയം ചിന്തിച്ചേ. മനുഷ്യൻ്റെ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് അവൻ്റെ തന്നെ ചെയ്തികളല്ലേ കാരണം? മറ്റുള്ളവരോടുള്ള വെറുപ്പും പ്രതികാര ചിന്തയും, പഴയ കാര്യങ്ങളെക്കുറിച്ചുള്ള ആലോചനയും അത്യാഗ്രഹവും, പണത്തോടുള്ള ആർത്തിയും ആഡംബരങ്ങളുമൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുന്നത്. എപ്പോഴും തിന്മയിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണമെങ്കിൽ നല്ലത് മാത്രം ചിന്തിക്കൂ, നന്നായി ജീവിക്കൂ. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.